വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, അക്ഷരസ്നേഹികളെ, സുഹൃത്തുക്കളെ, പേപ്പർ പബ്ലിക്കയുടെ 312ാമത് പുസ്തകമാണ് ഈ വേദിയിൽ പ്രകാശനം ചെയ്യപ്പെടുന്നത്. കേവലം 4.5 വർഷം മാത്രം പ്രായമാണ് ഈ പ്രസിദ്ധീകരണ ശാലയ്ക്കുള്ളത്. വേദിയിൽ KEN പോലെ മഹാരഥന്മാരിരിക്കുന്ന വേദിയിൽ പേപ്പർ പബ്ലിക്കയുടെ അല്ല, എവിടുത്തെ എഡിറ്റർ എന്ന് പറഞ്ഞാലും വർത്തമാനം പറയുന്നത് അധിക പ്രസംഗമായിരിക്കും എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഏതായാലും എൻ്റെ 11ാമത്തെ കവിതാ പുസ്തകം ഉൾപ്പെടെ പേപ്പർ പബ്ലിക്ക പ്രസിദ്ധീകരിച്ച 3 പുസ്തകങ്ങൾക്കാണ് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട KEN അവതാരിക കൊണ്ട് ഞങ്ങൾക്ക് ഊർജം പകർന്നത്. ഈ വേദിയിൽ ബഹുമാന്യനായ നിയമസഭാ സ്പീക്കർ AN ഷംസീർ അവർകൾ, ഏറെ ബഹുമാന്യരായ MLA-മാർ AKM അഷ്റഫ്, കുറുക്കോളി മൊയ്തീൻ MLA, ആദരണീയനും ബഹുമാന്യനുമായ ET, പുസ്തക പരിചയം നിർവഹിക്കുന്ന ബഹുമാന്യനായ KEN, പ്രിയപ്പെട്ട കവി സുഹൃത്ത് മുരുകൻ കാട്ടാക്കട, ഗ്രന്ഥകാരനും ദീർഘകാലത്തെ പത്രപ്രവർത്തന സുഹൃത്തുമായ പ്രിയപ്പെട്ട നജീബ് കാന്തപുരം MLA, ഈ പുസ്തകത്തിൻ്റെ രൂപകൽപ്പനയിൽ എനിക്കൊപ്പം നിന്ന് സഹായിച്ച സുബൈർ, മറ്റ് പ്രിയമുള്ളവരെ, ആകെ ഉള്ളത് 30 മിനിറ്റാണ്. സാധാരണഗതിയിൽ സ്വാഗതം പറയുന്ന ഒരു സ്റ്റൈൽ ഇങ്ങനെയല്ല എന്ന് വേദിയിലുള്ളവർക്കും അറിയാം, ഡയസിലിരിക്കുന്നവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പുറകെ സംസാരിക്കേണ്ട പ്രധാനപ്പെട്ട വ്യക്തികൾക്കായി ഒഴിഞ്ഞു മാറുന്നു. എല്ലാവരെയും ഹൃദയം കൊണ്ട് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നേരിട്ട് പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കടക്കുകയാണ്. പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനായി ബഹുമാന്യനായ നിയമസഭാ സ്പീക്കർ AN ഷംസീർ അവരുകളെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ഏറെ ബഹുമാന്യനായ ET മുഹമ്മദ് ബഷീർ MPയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മളോട് വർത്തമാനം പറയുന്നതിനായി ബഹുമാന്യനായ സ്പീക്കറെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പേപ്പർ പബ്ലിക്കയുടെ 312ാമത്തെ പുസ്തകമാണ് പച്ച ഇലകൾ പ്രിയപ്പെട്ട നിയമസഭാ സാമാജികൻ നജീബ് കാന്തപുരം എഴുതിയത്. ഇതിനടിസ്ഥാനപ്പെടുത്തി സംസാരിക്കാൻ KEN അതുപോലെ തന്നെ മുരുകൻ കാട്ടാക്കടയും ഒപ്പം ബഷീർ കെയും, കാരണം ബഷീർ ഖാൻ്റെ പേര് ലാസ്റ്റ് പറയാൻ കാരണം ഒരുപക്ഷെ ബഷീർ ഖാൻ എന്നെപ്പോൾ തന്നെ ആയിരിക്കും. പുസ്തകം ഏറ്റുവാങ്ങിയെന്നല്ലാതെ ഒരുപക്ഷെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ സാധ്യത കുറവാണ്. ഏതായാലും നിയമസഭാ സാമാജികൻ ശ്രീ നജീബ് കാന്തപുരം നേരത്തെ ഒരു പത്രപ്രവർത്തകരുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ചന്ദ്രികയുടെ എഡിറ്റോറിയൽ വിങ്ങിൽ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടറായിരുന്നു. ഒപ്പം നിയമസഭയിലെ നല്ലൊരു സാമാജികൻ കൂടിയാണ്. ലിറ്റററി സ്കിൽ നല്ലതുപോലെയുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീ നജീബ് കാന്തപുരം. അദ്ദേഹം ഗ്രാമങ്ങൾ നഗരവൽക്കരിക്കപ്പെടുന്നതും ഒപ്പം ഫാസിസത്തിൻ്റെ കടന്നുവരവും നഷ്ടപ്പെടുന്ന ഗൃഹാതുരത്വവും എല്ലാം ചേർത്താണ് പച്ച ഇലകൾ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. പച്ചയും ചുവപ്പും കൂടിച്ചേരുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. ഏതായാലും കേരളത്തിൽ പച്ചയും ചുവപ്പും പെട്ടെന്നൊന്നും കൂടിച്ചേരാൻ സാധ്യത ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ആ കാര്യത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. നജീബ് തന്നെ ഒരുപക്ഷെ സംസാരിക്കാനുണ്ടാകും. തുടർന്ന് നജീബ് ക്ഷണിച്ച 2 വ്യക്തികൾ KEN അതുപോലെ തന്നെ മുരുകൻ കാട്ടാക്കടയും ബഷീർ കെയും 3 പേരും സംസാരിക്കാനുണ്ട്. ഇതൊരു നിയമസഭ ഒരു പ്രിവിലേജ്ഡ് ഏരിയയിൽ വെച്ച് ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പം നജീബ് ഉദ്ദേശിക്കുന്നത് സ്പീക്കർ കേവലം ഒരു ഓർണമെൻ്റൽ ആയി ഇതിൻ്റെ പ്രകാശനം ചെയ്യുന്ന ആളായി കടന്നു വന്നതാണ്. അതുകൊണ്ട് തന്നെ
ഇവിടെ പ്രസംഗത്തിന് സ്പീക്കർക്ക് ഒരു സ്കോപ്പുമില്ല. ഇവിടെ സംസാരിക്കാൻ മറ്റാളുകളുള്ളതുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങൾ കടന്നു പോവാതെ നജീബിന് ഇനിയും പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ എന്നും പേപ്പർ പബ്ലിക്കയുടെ ഈ പുസ്തകം വളരെ പെട്ടെന്ന് തന്നെ വിറ്റഴിക്കാനും നല്ല ചൂടപ്പം പോലെ വിറ്റഴിക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അനുവാദത്തോടുകൂടി ഈ പ്രകാശന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. ചുരുങ്ങിയ വാക്കുകളിൽ നമ്മളോട് വർത്തമാനം പറയുവാൻ ബഹുമാന്യനായ ETA സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അഭിനന്ദനായ സ്പീക്കർ, പ്രമുഖരായിട്ടുള്ള KN, ശ്രീ മുരുകൻ കട്ടക്കട, AK മാസ്റ്റർ, കുറുക്കോളി മൊയ്തീൻ, എല്ലാറ്റിലുപരി ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീ നജീബ് കാന്തപുരം, അതുപോലെ സുബൈർ, മറ്റ് പ്രിയമുള്ള സുഹൃത്തുക്കൾ, വളരെ സന്തോഷകരമായൊരു പരിപാടിയാണിത്. ഒന്നാമത് എഴുത്തുകാരൻ എൻ്റെ വലിയ അനുജ സുഹൃത്തിനെ പോലെ വളരെ അടുത്ത ആളാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പങ്കെടുക്കുന്നവരാവട്ടെ, സ്പീക്കർ ഇവിടെ പറഞ്ഞതുപോലെ മലയാളക്കരയിലെ ഏറ്റവും ശ്രദ്ധേയരായിട്ടുള്ള മുരുകൻ കട്ടാക്കടയെ പോലെ എല്ലാറ്റും KN പോലുള്ള ആളുകളാണ്. ഈ പദ്ധതി തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്പീക്കറോട് പറയുമായിരുന്നു കുറച്ച് മുമ്പ്, ഏറ്റവും ഭാവനയോടുകൂടി ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ബുക്ക് ഫെയറിൻ്റെ എല്ലാവിധ നന്മയും അത് വളരെ വളരെ നന്നായി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു പുസ്തകമേളയാണിത്. പ്രത്യേകിച്ചും ഞാനതിനെ അഭിവാദ്യം ചെയ്യുകയാണ്. നജീബ് കാന്തപുരം ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല ഭാവനയുള്ള ഒരു MLA ആണ്. ഇത് മാത്രമല്ല, പല കാര്യങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലെ അന്താരാഷ്ട്രവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ശരിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരളത്തിലെ കുട്ടികളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ചില ചുവടുവെപ്പുകൾ നടത്തുന്നുണ്ട്. ഏതായിരുന്നാലും നല്ലത് തന്നെ. കാരണം ഈ ഇത്തരമൊരു വേദി തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിന് ആവശ്യമാണ്. കാരണം തിരുവനന്തപുരം അക്ഷരങ്ങളുടെ നാടാണ്. ഒരുപാട് പാരമ്പര്യങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടെ ബുക്ക് ഫെയർ ഈ നിലയിലല്ലെങ്കിലും ചെറിയ തോതിൽ നടത്തിയിരുന്നു. ഇന്ന് അങ്ങനെയല്ല, പ്രത്യേകമായൊരു പ്രസക്തി കൂടിയുണ്ട്. കാരണം പുസ്തകങ്ങൾ വായിക്കാനുള്ള ആളുകളുടെ താല്പര്യത്തിൽ ഒരു കണക്കിന് കുറവ് വന്നിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് പോലെ പുസ്തകങ്ങളുടെ കാലഘട്ടം അവസാനിച്ചു എന്ന് പറയുന്നതൊന്നും ശരിയല്ലെങ്കിൽ പോലും വായനയുടെ ഒരു മങ്ങൽ വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ വായിക്കാനുള്ള കാര്യങ്ങളിൽ ആവേശമുണ്ടാക്കുന്ന വിധത്തിലുള്ള നല്ലൊരു നടപടിയാണിത്. ഇത് ഭംഗിയായി സംവിധാനം ചെയ്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത് കാന്തപുരത്തിൻ്റെ ഈ സംരംഭം രണ്ടാമത്തെ പുസ്തകമാണ്. കൂടുതൽ എഴുതാനും നല്ല നിലയിൽ തെളിഞ്ഞു വരുവാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇതിൻ്റെ പുസ്തകം ഏറ്റുവാങ്ങുന്ന ചടങ്ങിന് ക്ഷണിച്ചതിന് പ്രത്യേകമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ബഹുമാന്യനായ KN. ഞാനാകെ വലിയ സന്ദേഹത്തിലാണ്. കാരണം വളരെ ചുരുങ്ങിയ സമയം എനിക്ക് പിറകെ ഒരുപക്ഷെ എനിക്ക് മുന്നിൽ തന്നെ പ്രസംഗിക്കേണ്ടിയിരുന്ന മുരുകൻ കാട്ടാക്കട മുതൽ നിരവധി സുഹൃത്തുക്കൾ, അതോടൊപ്പം ഏത് പുസ്തക പ്രകാശന ചടങ്ങിലും ഏറ്റവും അനിവാര്യമായി നമ്മളെല്ലാം ഒരുപോലെ കേൾക്കാൻ കാതോർത്തിരിക്കുന്നത് പുസ്തകം എഴുതിയ നജീബ് കാന്തപുരത്തിൻ്റെ ഇത്തരമൊരു പുസ്തകം എഴുതാനുണ്ടായ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ്. പക്ഷേ ഈ പുസ്തകത്തിന് ഒരു ചെറിയ ആമുഖക്കുറിപ്പ് എഴുതുമ്പോഴും അതിൽ പ്രധാനമായിട്ട് ഒരു സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അടയാളപ്പെടുത്തലായിരുന്നു. എന്നാൽ ഈ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ ഇത്ര ദൂരത്ത് നിന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എത്ര സമയം സംസാരിക്കാനുണ്ടാവും? പ്രധാനമായും ആശയപ്രചാരണ രംഗത്ത് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക പ്രവർത്തകർക്ക് ആകെക്കൂടെ ഇത്തരം സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അതൊരു അലങ്കാരം എന്നുള്ള അർത്ഥത്തിലല്ല, ആശയങ്ങളുടെ ഒരു സംവാദത്തിൻ്റെ ഒരു സന്ദർഭമായി അതിനെ മാറ്റാനുള്ള നിരന്തരമായ ശ്രമത്തിൽ ഇടതടവില്ലാത്ത ഇടപെടലുകളിൽ കണ്ണിചേരുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ അരമണിക്കൂർ എന്നുള്ളത് ഒരാൾക്ക്, ഇവിടെ പ്രകാശനം ചെയ്ത ബഹുമാനപ്പെട്ട സ്പീക്കർ അത് സ്വീകരിച്ച ഈട്ടി തുടർന്നുള്ളവർ, ഇവർക്കൊന്നും ഈ ഒരു അരമണിക്കൂർ ആശയ സംവാദത്തിന് സഹായകമല്ല.
അങ്ങനെ ഇരിക്കെ ഞാൻ കോഴിക്കോട്ട് നിന്ന് ഇതിനു വേണ്ടി വന്നത്, സാധാരണ ഏത് സാംസ്കാരിക പരിപാടിയിലും ആശയസംവാദം എന്ന ഒരു ദൗത്യം നിർവഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ പങ്കെടുക്കുകയുള്ളൂ എന്ന പിന്മടക്കമില്ലാത്തൊരു നിലപാട് സ്വീകരിക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകൻ, അല്ലെങ്കിൽ ആവിധമുള്ള സാംസ്കാരിക പ്രവർത്തകരിൽ ഒരാളെന്ന നിലക്ക് ഞാൻ പ്രയാസപ്പെട്ടതിൽ പങ്കെടുത്തത് ഈ ആമുഖം എഴുതിയതുപോലെ നജീബ് കാന്തപുരത്തോടുള്ള എൻ്റെ വ്യക്തിപരമായ ഇഷ്ടവും സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കാനുള്ള ഒരു സന്ദർഭമായി മാത്രമാണ്. സത്യത്തിൽ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് വലിയ സംഘർഷത്തോടെ ആയിരിക്കും. ഇതിൽ പങ്കെടുക്കുന്നത് വലിയ ആഹ്ലാദത്തോടെ ആയിരിക്കും, തിരിച്ചു പോകുന്നത് വലിയ ആശങ്കയോടെ ആയിരിക്കും. കാരണം ഇവിടെ അനിവാര്യമായും ഈ കാലത്ത് സംവാദം നടക്കണം എന്നാഗ്രഹിക്കുന്ന, അതായത് ഇതുപോലെ സംസാരിക്കാനും കേൾക്കാനും ആലോചിക്കാനും യോജിക്കാനും വിയോജിക്കാനും ഒക്കെയുള്ള പാകത്തിൽ മനുഷ്യർ എത്ര കാലം ആത്മാഭിമാനത്തോടെ സുരക്ഷിതത്വത്തോടെ ഈ മണ്ണിൽ കാലമർത്തി ജീവിക്കുമെന്നുള്ളതിന് പൂർണ്ണമായ അർത്ഥത്തിൽ ഉറപ്പുപോലും നൽകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക്, ഒരു നവഫാസിസ്റ്റ് രാഷ്ട്രീയ അവസ്ഥയിലേക്ക് രാഷ്ട്രം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അതിനോടുകൂടി എതിരിടുന്ന, ഒരുപക്ഷെ ഈ പുസ്തകത്തെക്കുറിച്ച് പറയാവുന്ന ഒരൊറ്റ വാചകം, ഇത് സംവാദാത്മകമായ ബഹുസ്വരതയുടെ ഒരു മാനിഫെസ്റ്റോയാണ്. ഒറ്റ വാചകത്തിൽ. ആ വാക്യത്തിന് പരിമിതിയുണ്ട്. ഞാൻ ഈ പുസ്തകത്തിന് ഒരു ആമുഖക്കുറിപ്പ് എഴുതുമ്പോൾ പ്രധാനമായും ഞാൻ പച്ചയെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. അതൊരു പരസ്യമല്ല, അതൊരു പ്രകടനമല്ല, അത് ഒരാത്മാവിഷ്കാരമായിരുന്നു എന്നെയും സംബന്ധിച്ചിടത്തോളം. PK പാറക്കട ഉൾപ്പെടെയുള്ള നിരവധി സുഹൃത്തുക്കൾ ഇത് മാധ്യമം വാരാന്ത പതിപ്പിൽ ഞാൻ എഴുതിപ്പോരുന്ന ഇടപെടൽ എന്ന എൻ്റെ കുറിപ്പിൽ കഴിഞ്ഞ ലക്കത്തിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു നരയ്ക്കാത്ത പച്ചക്കൊരാമുഖം എന്ന പേരിൽ ഈ പുസ്തകത്തിന് എഴുതിയ ആമുഖമാണ് ഞാൻ എൻ്റെ ഇടപെടലായി കൊടുത്തത്. അത് വായിച്ച് PK പാറക്കട ഉൾപ്പെടെ നിരവധി പേർ. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നൊരു കാര്യം സത്യത്തിൽ ഇതിൻ്റെ ഉള്ളടക്കം എന്നതിനേക്കാൾ, ഉള്ളടക്കം പ്രധാനമാണ്, പക്ഷെ അതിനേക്കാൾ ഏറെ വളരെ ചെറുപ്പം തൊട്ടേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ MPhil തീസിസിൻ്റെ ഒരു ഭാഗമായിട്ട് മലയാളത്തിലെ പഴഞ്ചൊല്ലുകൾ പരിശോധിച്ചപ്പോൾ മിക്കവാറും അച്ചടിച്ചു വന്ന പഴഞ്ചൊല്ലുകളും അച്ചടിയിൽ ഉൾപ്പെടുത്തപ്പെടാത്ത നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെയൊക്കെ പലരുടെയും വരമൊഴിയിലുള്ള പഴഞ്ചൊല്ലുകളും ഒക്കെ ഏറെക്കുറെ, മുഴുവനും എന്ന് പറയാൻ കഴിയില്ല, അത് അസാധ്യമാണ്, ഏറെക്കുറെ പരിശോധിച്ചപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയ നിരവധി ചൊല്ലുകളിൽ പ്രധാനപ്പെട്ട ഒരു ചൊല്ല്, വേണമെങ്കിൽ ഒരേ ഒരു ചൊല്ല് എന്ന് അടിവര ചാർത്തിക്കൊണ്ട് പറയാം, അത് അച്ഛൻ ഒരൊച്ച അമ്മ ഒരു പച്ച എന്ന ചൊല്ലാണ്. ഈ ചൊല്ലിനെക്കുറിച്ച് മാത്രം എത്രയോ സമയം നമുക്ക് ഇവിടെ കൂടിയിരുന്ന എല്ലാവർക്കും കവിതയിൽ, തത്വചിന്തയിൽ, ശാസ്ത്രത്തിൽ, രാഷ്ട്രീയത്തിൽ, മതത്തിൽ, നമ്മുടെ ദൈനംദിനം എവരിഡേ ലൈഫ് എന്ന് പറയുന്ന നമ്മുടെ ദൈനംദിനത്തിൽ ഇതെങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാലോചിക്കാവുന്നതാണ്. അച്ഛൻ ഒരൊച്ച എന്നുള്ളതിന് അടിക്കുറിപ്പോ ആമുഖോ ആവശ്യമില്ല. കാരണം ഒച്ചയുടെ, ബഹളത്തിൻ്റെ, വെല്ലുവിളികളുടെ ഒക്കെ ഒരു ലോകത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒച്ച ആധിപത്യമാണ്, അധികാരമാണ്, ഒച്ച മനുഷ്യത്വത്തിന് തീ കൊടുക്കലാണ്. ഒച്ച എന്നുള്ളത് കൊണ്ട് നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ പതുക്കെ സംസാരിക്കുമ്പോൾ മൈക്ക് അതിനെ ഒച്ചത്തിൽ കേൾപ്പിക്കുന്ന അർത്ഥത്തിലുള്ള ആ ഒച്ചയല്ല, മറിച്ച് അധികാരത്തെ. ഓരോ മനുഷ്യനെ നോക്കിയാലും എന്നെ പിഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന്, മസ്തിഷ്കത്തിൽ നിന്ന്, ഞാൻ പുലർത്തുന്ന ബന്ധങ്ങളിൽ നിന്ന് എത്രയെത്രയോ അധികാരമായിരിക്കും. അധികാരത്തിൻ്റെ ചലമാണ് നമ്മുടെ ശരീരത്തിലും മനസ്സിലും മസ്തിഷ്കത്തിലും, നമ്മൾ ഉച്ചരിക്കുന്ന വാക്കിലും, നമ്മൾ പുലർത്തുന്ന ബന്ധങ്ങളിലും, നമ്മൾ അറിഞ്ഞും അറിയാതെയും അധികാരത്തിൻ്റെ ചലമാണുള്ളത്. ഈ ചലത്തെയാണ്, അധികാരത്തിൻ്റെ ജീർണിച്ച ഈ ചലത്തിൻ്റെ ചുരുക്കം എന്ന അർത്ഥത്തിലാണ് ചൊല്ലിലെ ഒച്ച എന്നുള്ളതിനെ കാണേണ്ടത്. എങ്കിൽ പച്ച എന്താണ്? പച്ച സൗഹൃദമാണ്, സംവാദമാണ്, സാന്ത്വനമാണ്, സ്നേഹത്തിൻ്റെ സ്രോതസ്സാണ്. അമ്മ എന്ന് പറയുമ്പോൾ അത് നിരുപാധിക സ്നേഹമാണ്, അഗാപ്പെ.
പുതിയ നിയമത്തിൽ 116 തവണ അഗാപ്പെ, നിരുപാധികമായ സ്നേഹം, കരകവിയുന്ന സ്നേഹം എന്ന വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. അത് ബൈബിളിലെ മാത്രം പ്രശ്നമല്ല, ലോകത്തിലെ എല്ലാ മതനിരപേക്ഷ തത്വചിന്ത, സാഹിത്യ, കലാരചനകളിലൊക്കെ തന്നെ നിരുപാധികമായ സ്നേഹം, അച്ഛൻ സ്വാഭാവികമായ സ്നേഹമാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ തിരിച്ചു കിട്ടുന്ന സ്നേഹം, എന്ത് ചെയ്താലും കിട്ടുന്ന നിരുപാധികമായ സ്നേഹം, ആ നിരുപാധികമായ സ്നേഹമാണ് അമ്മ ഒരു പച്ച. ഞാൻ പറയുന്നത്, ഈ പുസ്തകം ഇതിൻ്റെ കയ്യെഴുത്ത് പ്രതി അയച്ചു തന്നപ്പോൾ ഞാൻ നജീബിനോട് ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിലെ മുഴുവൻ പ്രബന്ധങ്ങളും ഞാൻ വായിച്ചു. അതിലൊരു പ്രബന്ധത്തോടാണ് കാര്യമായ എൻ്റെ വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തിയത്. അതിനൊരു സമയമില്ല ഇവിടെ. അത് ഫെമിനിസത്തെക്കുറിച്ചാണ്. അത് പിന്നെ നജീബ് കാന്തപുരത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹം പുലർത്തുന്ന നിലപാടും ഞാൻ പുലർത്തുന്ന നിലപാടും മൗലികമായി വ്യത്യസ്തമാണ്. അതുകൊണ്ട് അതിൽ കൂടുതൽ സമയം തർക്കിച്ചിട്ട് കാര്യമില്ല. അത് നിരന്തരം തുടരേണ്ട ഒരു സംവാദമാണ്. അത് ആ നിലക്ക് തുടരാം. പക്ഷേ അദ്ദേഹം ടിപ്പു സുൽത്താനെ പറ്റി എഴുതിയതിൽ അത് വളരെ പ്രസക്തമായ പ്രബന്ധമാണ്. അതുമാത്രമല്ല, ഇതിൽ വളരെ കാവ്യാത്മകമായ, വളരെ ഹൃദയസ്പർശിയായ ഒരു എഴുത്താണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പുസ്തകം കിട്ടിയപ്പോൾ അതിൽ അവസാനം MT യെക്കുറിച്ചാണ്. MTയുടെ ഒരു രചനയെ സ്പർശിച്ചുകൊണ്ടാണ്. അതിനാകെക്കൂടെ ഒരു കാവ്യാത്മക സൗന്ദര്യമുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം അനിവാര്യമായും പ്രകാശനം ചെയ്യുമ്പോൾ, ഏത് പുസ്തകം പ്രകാശനം ചെയ്യുമ്പോഴും ഒരു സ്റ്റോക്ക് ഡയലോഗ് എന്നുള്ള കയ്യിൽ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ പറഞ്ഞു പോരുന്നൊരു കാര്യമുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട സ്പീക്കർ പ്രിയപ്പെട്ട ഈട്ടിക്ക്, ഈ പ്രിയപ്പെട്ട ഈട്ടി എന്ന് പ്രത്യേകിച്ച് അടിവരയിട്ട് പറയാൻ കാരണം, ഞാൻ എത്രയോ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾക്ക് വളരെ അടുത്ത്, ഞാൻ കോഴിക്കോട് പെരുമണ്ണ പ്രദേശത്താണ്, ഇദ്ദേഹം മാവൂരിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് STUവിലൂടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന, അന്ന് മുതൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. അപ്പോഴും ഇപ്പോഴും എപ്പോഴും വളരെ അടുപ്പം പുലർത്തുന്ന ഒരാൾ എന്ന നിലക്കാണ്. അല്ലാതെ നമ്മൾ ഈ സമ്മേളനങ്ങളിലൊക്കെ വെറുതെ ഔപചാരികമായിട്ട് കിടക്കട്ടെ ഒരു പ്രിയപ്പെട്ട, ഇനി അതില്ലാത്തത് കൊണ്ട് ഒരു കുഴപ്പമുണ്ടാവണ്ട എന്ന് വിചാരിച്ച് പറയുന്നതാണെന്ന് വിചാരിക്കേണ്ട. അക്ഷരാർത്ഥത്തിലല്ല, പൊരുളിൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹമാണ് സ്വീകരിച്ചത്. ഇവർക്കൊക്കെ ഒരുപാട് സംസാരിക്കാനും ആശയസംവാദം നടത്താനും ഉണ്ട്. പക്ഷേ എന്നിട്ടും അവർ പുലർത്തിയത് വലിയൊരു ഔചിത്യമാണ്. സ്വാഭാവികമായിട്ടും അൻസാർ വർണ്ണന ഈ സ്വാഗതം നടത്തുമ്പോഴും അദ്ദേഹം പുലർത്തിയത് ഔചിത്യമാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, സ്വാഗത പ്രസംഗവും അധ്യക്ഷനും ഒക്കെ ഇനി ഞാൻ വിചാരിക്കുന്നത് നന്ദി ഒരു പക്ഷേ അദ്ദേഹം തന്നെയായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ സമയമാണ്. അപ്പോൾ ഞാൻ നജീബിനോട് ചോദിച്ചു. നജീബ് പറഞ്ഞു കുറച്ചൊക്കെ അധികം, പക്ഷേ അത് എത്ര അധികം നടന്നുകൂടാ ഇനിയും. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് മുരുകൻ കാട്ടാക്കടയും ഞാനും മലപ്പുറത്ത് CPMൻ്റെ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ആ സദസ്സ് എഴുന്നേറ്റ് വന്ന് സ്റ്റേജിലേക്ക് കയറി മുഴുവനെ സ്നേഹപൂർവ്വം ഭക്ഷിച്ച് തീർത്തിട്ടില്ല എന്നേ ഉള്ളൂ. അത്രമാത്രം ഊർജ്ജസ്വലമാക്കാൻ, ഒരു സദസ്സിനെ ഇളക്കി മറിക്കാൻ കഴിഞ്ഞ മലയാളത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട കവിയാണ് എനിക്ക് പിറകെ സംസാരിക്കാനിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതയും സംഭാഷണങ്ങളൊക്കെ കേൾക്കാൻ ഞാനും അത്രമേൽ തൽപരനാണ്. അതുകൊണ്ട് ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് ടിപ്പു സുൽത്താനെക്കുറിച്ചുള്ള ലേഖനം. ഇതിൻ്റെ പേര് പച്ച ഇലകളാണ്. അപ്പോൾ ഈ ടിപ്പു സുൽത്താനെക്കുറിച്ചുള്ള ലേഖനം ഞാൻ പെട്ടെന്ന് വായിച്ചു നോക്കിയപ്പം അത് ഈ കാലത്ത് ഒരു തവണയല്ല, ഒരുപാട് തവണ ആവർത്തിക്കപ്പെടേണ്ട, എഴുതേണ്ട, പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ്. ഒരു സംശയവും വേണ്ട, ജീവിച്ച കാലത്തെ രാഷ്ട്രീയം, അതായത് രാജാധിപത്യത്തിൻ്റെ രാഷ്ട്രീയം ടിപ്പു സുൽത്താനും ഉണ്ടായിരുന്നു. പക്ഷേ രാജാധിപത്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ അധികാരത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാതെ മുഷ്ടി ചുരുട്ടിയ ഒരു പ്രക്ഷോഭകാരിയുടെ പേരാണ് ടിപ്പു സുൽത്താൻ. അദ്ദേഹം ശാസ്ത്രജ്ഞനാണ്, നവോത്ഥാന പ്രതിഭയാണ്. എന്നാൽ ഈ പുസ്തകത്തിൽ അനിവാര്യമായും, ഇതിൻ്റെ പേര് പച്ച ഇലകൾ എന്നാണല്ലോ, അപ്പോൾ അനിവാര്യമായി ഇതിലുണ്ടാവേണ്ട ഒരു പേരുണ്ടായിരുന്നു. മിക്കവാറും
ടിപ്പു സുൽത്താനെക്കുറിച്ച് പറയുന്നവർ എല്ലാ കാര്യങ്ങളും പറയും. ചിലപ്പം ചില കാര്യങ്ങൾ, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അത് പിന്നീട് ഈ പ്രബന്ധത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ ഉൾപ്പെടുത്തപ്പെടേണ്ടതാണ്. അത് മറ്റൊന്നുമല്ല, ഇന്ത്യയിൽ ഫ്രഞ്ച് വിപ്ലവത്തോട് ആഭിമുഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ തലസ്ഥാന നഗരിയിൽ ഒരു ചെടി നട്ട ആളാണ് ടിപ്പു സുൽത്താൻ. സ്വാതന്ത്ര്യത്തിൻ്റെ ചെടി. 1789 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മഹത്തായ ഫ്രഞ്ച് വിപ്ലവത്തോട് ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് ഒരു ചെടി അദ്ദേഹം വെച്ചു. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് സാമ്രാജ്യത്വത്തിൻ്റെ ലോകത്ത് നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ വിമോചിപ്പിക്കാൻ രാജാധിപത്യം എന്ന രാഷ്ട്രീയ ചട്ടക്കൂടിൻ്റെ പരിമിതികൾക്ക് അകത്തു നിന്നുകൊണ്ട് സ്വപ്നം കണ്ട ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ വരേണ്ടതുണ്ട്. അദ്ദേഹം ഉൾപ്പെടെ നമ്മുടെ ചരിത്രത്തിൽ പ്രകാശം പരത്തിയ പ്രക്ഷോഭകാരികളെയും പ്രതിഭകളെയും ഇരുട്ടത്തിടുന്ന, വിവാദത്തിൽപ്പെടുത്തുന്ന, വളച്ചൊടിക്കുന്ന, കുഴിച്ചു മൂടുന്ന ഒരു നവഫാസിസ്റ്റ പശ്ചാത്തലത്തിൽ അവരെക്കുറിച്ചുള്ള ധാരാളം പഠനങ്ങൾ, പറച്ചിലുകൾ, വരകൾ, നാടകങ്ങൾ, സിനിമകൾ എല്ലാം കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. നമ്മുടെ കാലം ആവശ്യപ്പെടുന്ന അത്തരത്തിലുള്ള, അതോടൊപ്പം സംവാദാത്മകമായ ഒരു പ്രധാനപ്പെട്ട ഇടപെടലാണ് നജീബ് കാന്തപുരത്തിൻ്റെ പച്ച ഇലകൾ. ഏത് ഫാസിസ്റ്റ് കൊടും വേനലിലും അത് വാടാതിരിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ വന്ന് പ്രസംഗിക്കുകയല്ല, പങ്കെടുത്ത് എൻ്റെ ഒരു അടുപ്പം, സ്നേഹം പ്രകടിപ്പിക്കാൻ ഇത്തരം ഒരു അവസരം ലഭിച്ചതിലുള്ള ആഹ്ലാദം, അഭിമാനം, ആവേശം ആവിഷ്കരിച്ചുകൊണ്ട്, സ്വയം അനുഭവിച്ചുകൊണ്ട് ഇവിടെ കൂടി എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ട കവി സുഹൃത്ത് മുരുകൻ കാട്ടാക്കട. ആരാധ്യനായ സ്പീക്കർ, പ്രിയങ്കരനായ ഇ.ടി. സാബ്, കെ.എൻ. മാഷ്, വേദിയിലുള്ള സമാരാധ്യരെ, പ്രിയമുള്ളവരെ, ശ്രീ നജീബ് കാന്തപുരം അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള ധന്യത ഞാൻ ആദ്യമേ അടയാളപ്പെടുത്തുന്നു. തീർച്ചയായും അദ്ദേഹം ഒരു പത്രപ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായി ജ്വലിച്ചു നിൽക്കുന്ന കാലത്ത് അദ്ദേഹത്തോടൊപ്പം സാംസ്കാരിക വേദികളിൽ സംവദിക്കുവാനുള്ള അവസരം കിട്ടിയ ഒരു സുഹൃത്ത് നിലയിലാണ് അദ്ദേഹം എന്നെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. സമാരാധ്യനായ കെ.എൻ. പറഞ്ഞതുപോലെ എൻ്റെ സാന്നിധ്യം അടയാളപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ ആമുഖമായി കെ.എൻ. വളരെ ഭംഗിയായി പച്ചയ്ക്കുള്ളിലെ ചുവപ്പിനെക്കുറിച്ച് നന്നായി പറഞ്ഞിട്ടുണ്ട്, ചുവപ്പിനുള്ളിലെ പച്ചയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, പച്ചയ്ക്കുള്ളിൽ ഉള്ള സകല നിറങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. പച്ച ചലനത്തിൻ്റെ കൂടെ നിറമാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ ചലനാത്മകമായ ഒരു സമൂഹത്തിലേക്ക് വളരെ ഗംഭീരമായി നടന്നു പോകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ പൊതു ഇടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഞാനും ഇലകളെക്കുറിച്ച് എഴുതിയതെല്ലാം പക്ഷേ കൊഴിയുന്ന ഇലകളെക്കുറിച്ചാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. എൻ്റെ ഒരു കവിതയുടെ പേര് കൊഴിയുന്ന ഇലകൾ പറഞ്ഞത് എന്നാണ്. പണ്ട് നാം ഊറ്റമോടാർത്തിരുന്നിവിടുത്ത് സന്ധ്യയും ഉഷസ്സും നമുക്ക് സ്വന്തം, സാഗരം സ്വന്തം, സരിത്ത് സ്വന്തം, ശ്യാമരാത്രികൾ സ്വന്തം, കിനാക്കൾ സ്വന്തം. അപ്പോൾ ഇതെല്ലാം സ്വന്തമാണ് എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴും മാറ്റങ്ങളെക്കുറിച്ച് കരുതലോടുകൂടെ കണ്ണു തുറന്നിരിക്കേണ്ട ഒരു വഴുക്കുന്ന വർത്തമാനകാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നജീബിന്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്, ഇനിയും ഈ അക്ഷര വഴിയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. സാംസ്കാരിക പ്രവർത്തകർ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകരിൽ എഴുത്തുകാരുണ്ടാകുന്നത് നാടിന് ഏറ്റവും നന്മയുണ്ടാക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, കേരളം എഴുത്തുകാർ ഭരിച്ചിരുന്ന കാലത്ത് ആരെല്ലാമാണോ എഴുത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ അധികാര മേഖലകളിൽ ഉണ്ടായിരുന്ന കാലത്തെല്ലാം കേരളത്തിൽ വലിയ നവോത്ഥാനം അതാത് മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടയിൽ എഴുത്തുകാരുണ്ടാവുക എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് കിട്ടുന്ന ഏറ്റവും ആരോഗ്യകരമായ നന്മയാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ കൃതിക്കും നജീബിനും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ബഹുമാന്യനായ കുറുക്കോളി മൊയ്തീൻ എം.എൽ.എ. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ.
ഏറ്റവും ആദരണീയരായ വേദിയിലും സദസ്സിലുമുള്ള വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, പ്രിയ സുഹൃത്ത് നജീബ് കാന്തപുരം യുവജന പ്രസ്ഥാനത്തിലൂടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തേക്ക് ഉയർന്നു വന്ന അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകൻ. അദ്ദേഹത്തിൻ്റെ ഈ ചെറുജീവിതത്തിനിടക്ക് ധാരാളം എഴുത്തിൻ്റെ തലങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. നാവ് പോലെ തൂലികയും അദ്ദേഹത്തിൻ്റെ കർമ്മരംഗങ്ങളിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ കൃതി ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. ഇനിയും ഇതിനവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ. ഏറെ ബഹുമാന്യരായ എ.കെ.എം. അഷ്റഫ് MLA, മുൻമന്ത്രി കൂടിയായ ആൻ്റണി രാജു MLA, ഇവരാരും വർത്തമാനം പറയാൻ മുതിരുന്നില്ല. ഹൃദയം കൊണ്ട് അവർ രണ്ടുപേരും ഈ ചടങ്ങിനും പുസ്തകത്തിനും എഴുത്തുകാരനും ആശംസകൾ അർപ്പിച്ചതായി അറിയിക്കുന്നു. മറുമൊഴിക്കായി ഏറെ പ്രിയങ്കരനായ പ്രിയപ്പെട്ട നജീബ് കാന്തപുരത്തിനെ ക്ഷണിക്കുന്നു. നമ്മുടെ നിയമസഭാ സെക്രട്ടറിയും വർത്തമാനം പറയുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും ആശംസ സദസ്സിനെ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഏറെ ആദരണീയനായ നിയമസഭാ സ്പീക്കർ ശ്രീ എൻ ശംഷീർ, ഈ പുസ്തകത്തിൻ്റെ സ്നേഹത്തിൻ്റെ തണലിലേക്ക് ഒരു നിമിഷം ഇരിക്കാൻ തയ്യാറായി വളരെ ബുദ്ധിമുട്ടിയെത്തിയ അതിഥികളാണ് എല്ലാവരും. ബഹുമാന്യനായ ഇ.ടിയും പ്രിയപ്പെട്ട KENഉം മുരുകൻ കാട്ടാക്കടയും. അവരുടെ എല്ലാം സ്നേഹത്തിന് ഞാൻ നന്ദി പറയാണ്. ഇവിടെ സ്പീക്കറുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. അദ്ദേഹം പറഞ്ഞത് നമ്മൾ മാതൃക കാണിക്കേണ്ടവരാണ് എന്നാണ്. കാരണം സമയം അതിൻ്റെ കൃത്യതയിൽ തന്നെ നമുക്ക് അവസാനിപ്പിക്കേണ്ട കാര്യവുമാണ്. MLAമാരടക്കമുള്ള ബഹുമാന്യരായ എൻ്റെ സഹപ്രവർത്തകർ വേദിയിലുണ്ട്. ഈ ഒരു ചടങ്ങ് ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമായി ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം സാധ്യമാവുക എന്നത് വളരെ ശ്രമകരമായൊരു കാര്യമാണ്. കഴിഞ്ഞ തവണ ഇതേ പുസ്തക മേളയിൽ വെച്ച് ഇന്ത്യ എൻ്റെ രാജ്യം എന്ന ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിച്ചു എന്നതും ഈ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി രണ്ടാം പുസ്തകം കൂടി ഇറങ്ങാൻ വഴിയൊരുങ്ങി എന്നതും അഭിമാനമുള്ള ഒരു കാര്യമായി ഞാൻ കാണുകയാണ്. പലപ്പോഴും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മനസ്സിൽ എന്നൊരു കവിയുണ്ടാകും. അത് കാവ്യാത്മകമായി എഴുതാൻ പറ്റിയാലും ഇല്ലെങ്കിലും അദ്ദേഹം നടക്കുന്ന വഴികളെല്ലാം സങ്കടങ്ങളുടേതായിരിക്കും, സംഘർഷങ്ങളുടേതായിരിക്കും, ഒറ്റപ്പെട്ടുന്ന മനുഷ്യരുടെ ജീവിതത്തിൻ്റെ വഴികളിലൂടെ ആയിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ കേട്ടുകൊണ്ടിരിക്കുന്ന കഥകളുടേതായിരിക്കും. ഇത്രയേറെ കഥകളുടെ സാരാംശവും ആത്മാംശവും ഉൾക്കൊള്ളാൻ ഒരു പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകരോളം പൊതുപ്രവർത്തകരോളം അവസരമുണ്ടാകുന്ന മറ്റൊരു സർഗാത്മക വിഭാഗമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം കവിത എഴുതാൻ നിന്നാൽ, രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം കഥ എഴുതാൻ നിന്നാൽ അത്രയേറെ കഥകളുടെ മരുന്ന് ഞങ്ങളുടെയൊക്കെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് ചിലപ്പോൾ എഴുതാൻ കഴിയുന്നവർ അപൂർവമായി അത് പ്രകടിപ്പിക്കുന്നു എന്നതിലപ്പുറത്ത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ ഭാവനയുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പൊതുവേ ഞാൻ ഒരു കവിയാവേണ്ട ആളായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളാണ്. ശ്രീ മുരുകൻ കാട്ടാക്കടയൊക്കെ ഉണ്ട്. എൻ്റെ അധ്യാപകൻ കൂടിയാണ് പ്രിയപ്പെട്ട KN. സത്യത്തിൽ ഞാൻ എഴുതി തുടങ്ങിയതും കവിതയായിരുന്നു. അതിനുശേഷം ആദരണീയനായ MT പ്രകാശനം ചെയ്ത പാടുക നിലാവേ എന്ന ഒരു ഗസൽ, മലയാളം ഗസലുകളുടെ ഗാനരചന നിർവഹിക്കാനും കഴിഞ്ഞു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത് നമ്മളുടെ ഈ സർഗാത്മകതയെല്ലാം മനുഷ്യപക്ഷത്തേക്ക് ചേർത്ത് നിർത്തണം എന്നുള്ളതാണ്. മനുഷ്യത്വ വിരുദ്ധമായ എല്ലാ രാഷ്ട്രീയത്തെയും പ്രതിരോധിക്കുക എന്നത് എഴുത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും പൊതുപ്രവർത്തനത്തിലും നമുക്കൊരുമിച്ച് സന്നിവേശിപ്പിക്കാവുന്ന ഒരാശയം തന്നെയാണ്. പ്രിയപ്പെട്ട KN ആശയപരമായി വളരെ വ്യത്യസ്തമായ സംവാദ തലങ്ങളിലേക്ക് കൊണ്ടുപോകാമായിരുന്ന ഈ കാര്യത്തെ യോജിപ്പിൻ്റെ ഒരു ഇടമാക്കി കണ്ടു ഇവിടെ എത്തി എന്നത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. അദ്ദേഹം എഴുതിയ നല്ല വാക്കുകൾക്കും ഞാൻ നന്ദി പറയുകയാണ്. കാരണം 1000 കാരണങ്ങൾ നമുക്ക് വിയോജിക്കാനുള്ളപ്പോഴും ഒരു 1001ാമത്തെ കാരണം യോജിക്കാനുണ്ടെങ്കിൽ
ആ യോജിപ്പിൻ്റെ ഇടമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു കാലത്ത് വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തെ, വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ, വെറുപ്പിൻ്റെ മാനസികാവസ്ഥയെ അതിശക്തമായി പ്രതിരോധിക്കേണ്ട മനുഷ്യത്വപരമായ മുന്നണികളാണ് ഇന്ന് കാലത്തിനാവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മുന്നണി പോരാളികളായി നമുക്കെല്ലാവർക്കും നിൽക്കാൻ കഴിയണം. അതിൽ രാഷ്ട്രീയ പ്രവർത്തകരും കവികളും എഴുത്തുകാരും അങ്ങനെയാണ്. ലോകത്ത് സംഭവിച്ച എല്ലാ മാറ്റങ്ങൾക്കും അടിസ്ഥാനപരമായി നിന്നത് സർഗാത്മകത തന്നെയാണ്. ലോകത്തെ ഏത് വിപ്ലവങ്ങൾക്കും പിറകെ ആവേശകരമായി നിലകൊണ്ടത്, പ്രത്യയശാസ്ത്രങ്ങൾക്ക് ആവേശം പകർന്നത് സർഗാത്മകതയാണ്. അപ്പോൾ ഐഡിയോളജികളെ നവീകരിക്കുകയും അതിനെ ജ്വലിപ്പിക്കുകയും ചെയ്യുന്നത് സർഗാത്മകതയാണ്. ഐഡിയോളജിയാണ് ലോകത്തെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏത് മനുഷ്യർ വിശ്വസിക്കുന്ന ഏത് ഐഡിയോളജിയാണെങ്കിലും അത് മാനുഷികമാകണം എന്നതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലോകത്തെല്ലാം സംഭവിക്കുന്നത് രണ്ട് കാരണങ്ങൾക്ക് വേണ്ടിയാണ്. അതിലൊന്ന് പൊളിറ്റിക്കൽ റീസണാണ്, രണ്ടാമത്തേത് ഇക്കണോമിക് റീസണാണ്. സാമ്പത്തികവും രാഷ്ട്രീയവുമായ കാരണങ്ങൾ കൊണ്ട് മാത്രം ലോകത്തെല്ലാം സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോവുകയാണ്. ഈ കാലഘട്ടം, ഈ കാലം ആവശ്യപ്പെടുന്നത് പൊളിറ്റിക്കലായും ഇക്കണോമിക്കലായും മനുഷ്യന് ഒരു പരിണാമത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന, ഇന്നത്തെ വെറുപ്പിനെതിരെയുള്ള, ക്യാപിറ്റലിസത്തിനെതിരായിട്ടുള്ള ഈ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായി ഞാൻ എതിർക്കാൻ ശ്രമിക്കുന്നത് മുതലാളിത്ത ചിന്തകളെയാണ്, ലോകത്തെ ഗ്രസിക്കുന്ന മുതലാളിത്ത താല്പര്യത്തെയാണ്, മാനവികതയെ നഷ്ടപ്പെടുത്തുന്ന മുതലാളിത്തത്തിൻ്റെ ഏറ്റവും വലിയ കടന്നുകയറ്റത്തെയാണ്. ഇന്ന് ലോകത്ത് പ്രതിരോധിക്കപ്പെടേണ്ടത് മുതലാളിത്തത്തിൻ്റെ ക്യാപിറ്റലിസ്റ്റ് താല്പര്യങ്ങളും വർഗീയതയുടെ, മതങ്ങളുടെ പേരിൽ നടക്കുന്ന അല്ലെങ്കിൽ വംശങ്ങളുടെ പേരിൽ നടക്കുന്ന ഏറ്റവും വലിയ വർഗീകരണവുമാണ്. അതിനെതിരായിട്ടുള്ള പ്രതിരോധമായി ഒരു പച്ച ഇല ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു പുസ്തകമാണിത് എന്ന് മാത്രം പറഞ്ഞ് ഇതിന് പിറകിൽ പ്രവർത്തിച്ച പ്രത്യേകിച്ചും ദാറുൽ ഹുദയിലെ വിദ്യാർത്ഥികൾ ഞാൻ പ്രത്യേകമായി അവരെ അഭിനന്ദിക്കുകയാണ്. പല കാലങ്ങളിലായി ഞാൻ എഴുതിയതെല്ലാം നഷ്ടപ്പെട്ടിട്ടും അതെല്ലാം ചേർത്ത് വെക്കാൻ വേണ്ടി നിരവധി പഴയ പ്രസിദ്ധീകരണങ്ങൾ കണ്ടെത്തി അവർ കൊണ്ടുവന്ന ഒരു ശ്രമമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും PA-യുമായിട്ടുള്ള സുബൈർ അടക്കമുള്ള ആളുകളുടെ നിരന്തരമായ പരിശ്രമമുണ്ട്. അതുപോലെ പേപ്പർ റിപ്പബ്ലിക്ക എന്ന പ്രസിദ്ധീകരണം കഴിഞ്ഞ പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ തന്നെ അടുത്തൊരു പുസ്തകം അവർക്ക് വേണ്ടി എഴുതണമെന്ന് പറഞ്ഞിരുന്നു. അതിന് സഹായിച്ച അൻസാറിനും ടീമിനുമെല്ലാം പ്രത്യേകിച്ച് അഭിനന്ദനങ്ങളും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ധന്യമാക്കാൻ ഒരുപാട് ദൂരെ നിന്ന് എത്തിച്ചേർന്ന അതിഥികളും ആതിഥേയരുമായി നിലകൊള്ളുന്ന മുഴുവൻ സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൻ്റെ ഒരു പച്ചില സമ്മാനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറുവാക്കിനായി പ്രിയപ്പെട്ട സുബൈർ വെഴുതൂരിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും മടങ്ങിപ്പോകുമ്പോൾ ഏറ്റവും മുന്നിൽ കാണുന്ന സ്റ്റാൾ A123-ൽ 123-ൽ പച്ച ഇലകൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഓരോന്ന് കയ്യിൽ കരുതണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ സന്ധ്യയെ മനോഹരവും ധന്യവുമാക്കുന്നതിന് വേണ്ടി ഇവിടെ ഒത്തുചേർന്ന അക്ഷരസ്നേഹികളെയും അതേപോലെ തന്നെ പുസ്തക സ്നേഹികൾക്കും നന്ദി അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. ഈ ചടങ്ങിൽ ആദ്യമായി നന്ദി അറിയിക്കാനുള്ളത് നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃക ആകുന്ന തരത്തിൽ ഈ പുസ്തകോത്സവം രാജ്യത്തിന് സമ്മാനിച്ച നമ്മുടെ ആദരണീയനായ സ്പീക്കർ AN ഷംസീർ അവർകൾക്കാണ്. അദ്ദേഹത്തും ഈ പുസ്തക പ്രകാശനം നിർവഹിച്ചതിന് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ ബഹുമാന്യനായ ET മുഹമ്മദ് ബഷീർ സാഹിബ്, അദ്ദേഹമാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങിയത്. അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. പുസ്തക പരിചയം നടത്തിയ നമ്മുടെ കേരളത്തിൻ്റെ ഗുരുവന്ദ്യൻ KEN പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിൽ ആശംസകൾ അറിയിച്ച മുരുകൻ കാട്ടാക്കട, ശ്രീ കുറുക്കോളി മൊയ്തീൻ MLA, AK അഷ്റഫ് MLA, നിയമസഭാ സ്പീക്കർ ഡോക്ടർ AN കൃഷ്ണകുമാർ എന്നിവർക്കും ഗ്രന്ഥകാരനും ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു.